പുൽനാമ്പുകൾ പാൽത്തുള്ളികളാണെന്ന് മുരളിക്കും പ്രകാശിനും അറിയാം. അതുകൊണ്ട് തന്നെ 100ഓളം വരുന്ന തൻ്റെ പൂവാലികൾക്കായി ഏതാണ്ട് 10 ഏക്കറോളം പറമ്പിൽ വിശാലമായ പുൽകൃഷി നടത്തുകയാണ് ചെമ്പട്ടി എസ്റ്റേറ്റിൽ. വാഴയും കാപ്പിയും ചീരയും കുരുമുളകും ഒക്കെ അടങ്ങുന്ന പ്രകാശിൻ്റെ വിശാലമായ കൃഷിത്തോട്ടത്തിലെ വിശേഷങ്ങൾ പരിചയപ്പെടാം. മുരളി, ഇപ്പോൾ നമുക്ക് 10 ഏക്കറോളം വിശാലമായ പുൽകൃഷിയുണ്ട്. മുരളി, ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പറമ്പ് ഇങ്ങനെ ഒരു ചൈതന്യവത്താക്കി ഇടുന്നത്? എങ്ങനെയാണ് ഇപ്പോൾ 10 ഏക്കറോളം ഭൂമിയിൽ നല്ല രീതിയിലുള്ള പുൽകൃഷിയുണ്ട്, ഇതെങ്ങനെയാണ് ചൈതന്യവത്താക്കി ഇടുന്നത്? മെയിനായിട്ട് ഇതിൻ്റെ ചൈതന്യമാക്കിയതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ഈ സ്ലറിയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ പശുവിൻ്റെ ചാണകവും മൂത്രവും അടങ്ങുന്ന ആ ഒരു സംഭവം നമ്മൾ ഇതിലേക്ക് തിരിച്ചു കിട്ടുമ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇത്രത്തോളം ഭംഗിയായിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഈ സ്ലറി എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ആരും ഗൗരവമായിട്ട് എടുക്കാത്തൊരു സംഗതിയാണ്. അത് നമ്മൾ മാൻ പവർ ഇല്ലാണ്ട് സ്പ്രിങ്ക്ലർ വഴി നമ്മൾ ഈ പുല്ലിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് നമ്മളെ പുല്ല് കാലാകാലം പച്ചപ്പോടെ നിലനിർത്താനും സഫീഷ്യൻ്റായിട്ട് നമുക്ക് പശുക്കൾക്ക് കൊടുക്കാനുള്ള പുല്ല് നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാനും ഞങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട്. പ്രധാനമായിട്ട് ഏതിനം പുല്ലാണ് ഇവിടെ കൃഷി? പ്രധാനമായിട്ടും CO3 പുല്ലാണ് യൂസ് ചെയ്യുന്നത് ഞങ്ങൾ. CO3 ആയതുകൊണ്ട് CO3ൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈൽഡ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ജാസ്തി ആയിക്കൊണ്ടേ ഇരിക്കും. ഈൽഡ് കുറയുന്നില്ല, ഈൽഡ് ഒരിക്കലും അതിൽ കുറയുന്നില്ല. ബാക്കിയുള്ള ഇനം പുല്ലുകൾ ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. നേപ്പിയർ ഇവിടെ കുറച്ച് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് CO3 ആണ് അതിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ മാക്സിമം നമുക്ക് കിട്ടുന്നത്. പുല്ല് കൃഷി കൂടാതെ തന്നെ മറ്റ് വാഴ വളരെ സമൃദ്ധമായിട്ടുണ്ട്. ഇങ്ങനെ വാഴയിൽ ഇപ്പം നമ്മൾ ഏത് വാഴത്തോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും കുലകൾ ഇങ്ങനെ സമൃദ്ധമായി കുലച്ചു പോകുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്താണ് ഈ ഒരു വിളവിന് പിന്നിൽ? വാഴ ഞങ്ങൾ ആദ്യം നമ്മൾ സമൃദ്ധമായി ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മളത് കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ബാക്കിയുള്ളത് തോട്ടത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വാഴ. അപ്പോൾ ഇത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ വാഴകളാണ് ഞങ്ങൾ മെയിൻ. കൂടുതലും ഈ സ്ലറിയും കാര്യങ്ങളും ഈ പിന്നെ ആട്ടിൻ്റെ കാഷ്ടങ്ങളും കൂടുതലും ജൈവമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുലകളെപ്പോഴും സമൃദ്ധമായിട്ടുണ്ട്. വാഴയ്ക്ക് കേട് കുറയുന്നത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും സഫീഷ്യൻ്റായിട്ട് കുലയും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും നമ്മളിവിടെ കുല ഉണ്ടാവും. ഒരു കുലയെങ്കിലും വെട്ടാനില്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ വിശാലമായ ഒരു തോട്ടം, സമൃദ്ധമായ വാഴകൃഷി, അതോടൊപ്പം തന്നെ ചീര, കാപ്പി, ജാതി, അങ്ങനെയുള്ള വിശാലമായ ഒരു സംയോജിത കൃഷിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് എങ്ങനെയാണ് ഈ പശുക്കളുടെ ഗോവൃന്ദവുമായി ഇതിനെ സംയോജിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഇത് സംയോജിതമായിട്ട് ഈ പശുവിൻ്റെ എത്രത്തോളം പശുക്കളുണ്ടെങ്കിൽ നമ്മളതൊരു സംയോജിത കൃഷിയായി ചെയ്യാതെ മാത്രമേ നമുക്ക് ഈ പശുവിനെ കൊണ്ടുള്ള ലാഭം ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് നമുക്ക് ബാക്കിയുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. പശുവിൻ്റെ ചിലപ്പോൾ മാത്രമായിട്ട് ലാഭം കിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഈ കാണുന്ന ഈ സ്ലറിയും കാര്യങ്ങളും ചാണകവും ഇതൊക്കെ നമ്മളെ കാപ്പിയിലേക്കും ബാക്കി പുല്ലിലേക്കും വാഴയിലേക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് മെച്ചം ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ബാക്കിയുള്ള കൃഷികൾ കൂടി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ സംയോജിത കൃഷി നടത്തുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ പശുക്കളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് വിളകളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് താങ്കൾ അനുഭവിക്കുന്ന ഏറ്റവും സംയോജിത കൃഷി നടത്തുന്നതുകൊണ്ട് മാത്രം താങ്കൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് എന്താ? ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കൃഷിയിൽ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഒന്നും തോന്നിയിട്ടില്ല ഇതുവരെയായിട്ടും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംയോജിത കൃഷി ചെയ്യുന്നതുകൊണ്ട് ഒരു ലാഭമുണ്ടോ? ലാഭമുണ്ട്. ലാഭം എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ തോട്ടത്തിൽ നിന്ന് എപ്പോഴും നമുക്ക് വിറ്റ് കാശാക്കാനുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ആഴ്ചയിൽ എന്തെങ്കിലും എങ്ങനെയായാലും നമുക്കൊരു കൂലി കൊടുക്കാനുള്ള പൈസയെങ്കിലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതങ്ങനെ സംയോജിത കൃഷി മാത്രമേ ഉള്ളൂ. മറ്റേ കാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ വൺ ടൈമാണ് അത്. ഇപ്രാവശ്യം മാർച്ചിൽ ഈൽഡ് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ അടുത്ത ഒരു മാർച്ച് വരെ നമ്മൾ അതിനെ കാത്തിരിക്കണം ഒരു കൃഷിക്ക് വേണ്ടി. പിന്നെ കുരുമുളകാണെങ്കിലും അത് തന്നെയാണ്. ഇതാകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വാഴയായാലും ഈ ബാക്കി കിഴങ്ങ് വർഗ്ഗങ്ങളായാലും പിന്നെ എന്ത് പച്ചക്കറി കൃഷിയായാലും എല്ലാം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു സാധനത്തിന് എപ്പോഴും നമുക്ക് ഈൽഡ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നമ്മൾ വിറ്റ് നമുക്ക് അതിനുള്ള പ്രൊഡക്ഷനുള്ള പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഈ പുൽകൃഷിക്ക് ഏതെങ്കിലും വകുപ്പിൽ നിന്ന് പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം? കൃഷി മൃഗസംരക്ഷണ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ബാക്കി മിൽമേന്നൊക്കെ സബ്സിഡി കിട്ടലുണ്ട്. സബ്സിഡി കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം ചെയ്തതിന് നമുക്ക് അതിനുള്ള അനുകൂലമായ ഇത് കിട്ടിയിട്ടില്ല. ഏകദേശം എത്രത്തോളം തുക ഇതിനു വേണ്ടി നൽകണം എന്നാണ് മുരളിയുടെ അഭിപ്രായം? ഏക്കറയ്ക്ക് ഒരു ഏക്കർ എനിക്ക് തോന്നുന്നു 7,500 രൂപയാണ്. അത് പോരാ. ഒരു ഏക്കറയ്ക്ക് ഒരു 15,000 രൂപയെങ്കിലും ഇതിൽ കൊടുക്കണം. ഇത് ഇപ്പോഴത്തെ കൃഷി രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യണമെങ്കിൽ അത്രത്തോളം റിസ്ക് ഇതിലുണ്ട്. പണിക്കാരെ ബുദ്ധിമുട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം വരുമ്പോൾ നമുക്ക് ഈ 7,500 പോരാ. ഒരു ഏക്കർ ചെയ്യണമെങ്കിൽ ഒരു 15,000 രൂപ സബ്സിഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിലേക്ക് ഇൻട്രസ്റ്റ് ആയി ചെയ്തു തരും. ഈ കുറഞ്ഞ തുക കുറയുമ്പോഴാണ് ഒരു സ്റ്റമ്പിന് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നടീൽ വസ്തു നമ്മൾ തിരിച്ച് കൊടുക്കുന്ന
കൊടുക്കുന്നത് ഒരു രൂപയായിട്ടാണ്. 1 രൂപ എന്ന് പറയുമ്പോൾ ഒരു ഏക്കറിലേക്ക് എല്ലാവരും 5000 സ്റ്റമ്പിന് മേലെ ഏതായാലും വേണ്ടി വരും. ഇത് തന്നെ 5000 ഉറുപ്പ്യയായി. പിന്നെ അത് മാത്രമല്ല, പിന്നെ അതിൻ്റെ ട്രാക്ടർ ഉഴുതൽ പൂട്ടൽ, പിന്നെ അത് കഴിഞ്ഞുള്ള ബാക്കിയുള്ള ഏരി വലിക്കൽ, ബാക്കിയുള്ള പണിക്കാരുടെ പ്രോസസ്സൊക്കെ ആകുമ്പോഴേക്കും അത് ഒരുപാട് പൈസ വരും. ഒരു 15000 ഉറുപ്പ്യ നമ്മൾ ഒരു ഏക്കറയ്ക്ക് പുൽകൃഷിക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ക്ഷീരമേഖല നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഉഷാറായിട്ട് നടക്കും. താങ്കൾ എത്ര രൂപയ്ക്കാണ് പാൽ വിൽക്കുന്നത്? പാലിപ്പോൾ നമ്മൾ സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത്. സൊസൈറ്റീൻ്റെ വില എല്ലാം ഫാം ഇൻസെൻറ്റീവിലെല്ലാം അടക്കം കൂടിയിട്ടൊരു 26-27 ഉറുപ്പ്യോളം കിട്ടും. അതാണ് അതിൻ്റെ മാക്സിമം വില. അതാണ് ഇപ്പോഴത്തെ കിട്ടുന്ന വില. അത്ര ഒരു ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഉൽപ്പാദന ചെലവിൽ എത്രത്തോളം സംഭാവനയുണ്ട് ഈ പുല്ലിൻ്റെ? പുല്ലിൻ്റെത് ഒരു 75% പുല്ലിൻ്റെ തന്നെ സംഭാവന. ബാക്കിയുള്ളതാണ് നമ്മൾ ഈ തീറ്റയും നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ ബിയറിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഉൽപ്പാദനത്തിൻ്റെ ചിലവ് കുറയ്ക്കാനുള്ളൊരിതാണ് ഈ തീറ്റകളൊക്കെ. അപ്പോൾ അതിനെക്കൊണ്ട് മാക്സിമം വരുന്നത് ഒരു 75% പുല്ലും തന്നെയാണ്. ഒരു സമൃദ്ധമായ പുൽകൃഷി ഉണ്ടെങ്കിൽ വളരെ നന്നായി ആർക്കും ഒരു നല്ല ഫാം നടത്താം എന്നുള്ളതിൻ്റെ തെളിവാണ്. പിന്നെ അത് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറഞ്ഞില്ല, ഈ പുൽകൃഷിക്ക് മാക്സിമം ഈ ക്ഷീരമേഖലേനെ ആദ്യം വികസിപ്പിക്കുന്നതിന് മുമ്പ് അടിസ്ഥാനം ചെയ്യേണ്ടത് പുല്ലിനാണ് ആദ്യം പ്രാധാന്യം. ഒരു പശു ഒരുത്തന് കൊടുക്കുമ്പോൾ ആദ്യം അവൻ്റെ പുൽകൃഷി അവന് യഥേഷ്ടമുണ്ടോ, അവന് പശുവിനെ വളർത്താനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അതിന് പുല്ലിൻ്റെ ഒരു കൃഷിക്കുള്ളത് ആദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ ഈ പശുവിനെ വളർത്താൻ അവന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇത്രയധികം പറമ്പോ ഇത്രയും സ്ഥലമോ ഒന്നും ഇല്ലായിരിക്കാം. അപ്പോൾ അവർക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ആദായം നൽകുന്ന പുല്ലിനങ്ങളെ പുല്ലിനങ്ങൾ ഇപ്പോൾ എൻ്റെ ഇതിനോളം ഇപ്പോൾ ഈ കിള്ളിക്കുളം 4 ഒക്കെ വന്നിട്ടുണ്ട് പറയുന്നുണ്ട്. എന്നാലും CO3 ആണ് ഏറ്റവും നല്ലൊരു. എനിക്കൊരു കടയിൽ പുല്ലുന്നൊരു 25, 30, 32 കിലോ 35 കിലോ വരെ പുല്ല് നമുക്കൊരു കടയിൽ നിന്ന് പുല്ല് കിട്ടിയിട്ടുണ്ട്. ഒരു കട പുല്ലുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പശു കറക്റ്റ് നല്ല ഈൽഡാണെങ്കിൽ, നല്ല നമ്മൾ ജലസേചന സൗകര്യം ബാക്കിയുള്ള വളവും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായി ചെയ്യുകയാണെങ്കിൽ ഒരു 35 കിലോ വരെ പുല്ല് കിട്ടും. സുഗമമായിട്ട് രീതിയിലൊരു 10 സെൻറ്റ് സ്ഥലം, ഒരു അരേക്കർ സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ ഒരു 2 പശു 3 പശുവിനൊക്കെ സുഖമായിട്ട് വളർത്താൻ. ഈ ഫാമിൻ്റെ ഒരു ദിനചര്യ, അതായത് രാവിലെ ഉണർന്നാൽ വൈകുന്നേരം അവസാനിക്കുന്നവരുള്ള ദിനചര്യ എന്ന് പറയുന്നത് രാവിലെ 3 മണിക്ക് പണി സ്റ്റാർട്ടാവും. രാവിലെ പണിക്കാർ 3 മണിക്ക് വരും. 3 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ ചാണകമൊക്കെ വാരിയിട്ട് രാവിലത്തേക്കുള്ള തീറ്റ വൈകുന്നേരം തന്നെ സെറ്റ് ചെയ്യും. തലേദിവസം വൈകുന്നേരം തന്നെ സെറ്റ് ചെയ്ത് വെക്കും. രാവിലെ ഒരു 3 മണിക്ക് വന്നു കഴിഞ്ഞാൽ ചാണകമൊക്കെ കോരിയ പാടെ 3:30 ആകുമ്പോൾ ബിയർ വേസ്റ്റും ഒരു കാലിത്തീറ്റൻ്റെ ചെറിയ കുറച്ചിട്ടിട്ട് അത് ബിയർ വേസ്റ്റ് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ 3:30 ആകുമ്പോഴേക്കും ഇതെല്ലാം കൊടുത്തു തീർന്നു കഴിഞ്ഞാൽ ഒരു 3:45 ആകുമ്പോൾ പശുക്കളെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് ആരെയൊക്കെ ഒന്ന് കഴുകി വിട്ട് ബ്രഷൊക്കെ ഇട്ട് നല്ല മാറ്റൊക്കെ ഉരച്ച് വിട്ട് ഒരു 4 മണിയാകുമ്പോൾ ഏതെങ്കിലും ഒരു സെക്ഷൻ കഴുകി തീർന്ന പാടെ ആ സെക്ഷനിലേക്കുള്ള കറവിലേക്കുള്ള ആൾക്കാരെത്തും. ആ സെക്ഷൻ അവിടെ കറക്കാൻ തുടങ്ങും. അത് കറക്കാൻ തുടങ്ങിയ പാടെ ബാക്കിയുള്ള സെക്ഷനിലേക്കുള്ള ക്ലീനിങ് ജോലികൾ അതേപോലെ നടന്നുകൊണ്ടിരിക്കും. ഒരു 4:45, 5 മണിയാകുമ്പോഴേക്കും എല്ലാ ക്ലീനിങ്ങും എല്ലാം തീർന്നു കഴിഞ്ഞാൽ ഉടനെ പണിക്കാരെല്ലാവരും കൂടി ഇരുന്ന് കറന്ന് ഒരു 5:30, 5:45, 6 മണിയാകുമ്പോഴേക്കും ബാക്കി എല്ലാ പരിപാടികളും കറവിൻ്റെ പരിപാടികളെല്ലാം തീരും. 6 മണിക്ക് ശേഷം എല്ലാത്തിനും പച്ചപ്പുല്ല് രാവിലെ ഓരോ കൊട്ട പുല്ലിട്ട് ഒരു 6:30 മണി 6:45 ആകുമ്പോഴേക്കും എല്ലാ പരിപാടി രാവിലത്തെ ഒരു സെക്ഷൻ്റെ ഒരു ഫസ്റ്റത്തെ ഘട്ടത്തിൻ്റെ പരിപാടി തീർന്നു കഴിഞ്ഞ് പറഞ്ഞാൽ പണിക്കാരെല്ലാവരും പോയി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്ത് ഒരു 8:30 മണി 8:45 ആകുമ്പോൾ അടുത്ത ഘട്ടം തുടങ്ങും. അതുപോലെ രാവിലെ വന്ന പാടെ ബിയർ വേസ്റ്റ് ഇട്ട് കുറേശ്ശെ കാലിത്തീറ്റിട്ട് ബാക്കി എല്ലാത്തിനും കൊടുത്ത് ഒരു
9 മണിയാകുമ്പോഴേക്കും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഒന്നുകൂടി ക്ലീൻ ചെയ്ത് ഒരു 10 മണിയാകുമ്പോഴേക്കും എല്ലാ പരിപാടിയും തീർത്തിട്ട് രാവിലത്തെ 2ാം ഘട്ടം തീരും. 3ാം ഘട്ടം 12 മണിക്ക് വരും. കറവ് തുടങ്ങി 12 മണിക്കാണ് കറവ്. കറവ് തുടങ്ങിയിട്ട് ഒരു 2 മണി 2:30 മണിയാകുമ്പോഴേക്കും കറവ് തീരും. കറവ് തീർന്നു കഴിഞ്ഞാൽ പുല്ലിട്ട് കൊടുക്കും. പുല്ലിട്ടെടുത്ത് കഴിഞ്ഞാൽ ഒരു അതൊക്കെ തീരുമ്പോഴേക്കും ഒരു 3 മണിയാകുമ്പോഴേക്കും ബിയർ വേസ്റ്റ് 3ാമത്തെ ട്രിപ്പ് കൊടുക്കും. കൊടുത്തു കഴിയുമ്പോഴേക്കും തന്നെ ബാക്കിയുള്ള ക്ലീനിങ് ജോലി കഴിഞ്ഞാൽ 4-4:30 മണിയാകുമ്പോഴേക്കും ഒരു ദിവസത്തെ പരിപാടികളെല്ലാം 4:30 മണിയാകുമ്പോഴും തീരും. പിന്നെ വൈകുന്നേരം ഒരു 5:30-6 മണിയാകുമ്പോൾ ഒരാൾ വന്ന് നോക്കി ചാണകം ഉണ്ടെങ്കിൽ തട്ടി മാറ്റി, എന്തെങ്കിലും പശുക്കൊക്കെ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കി ഒരു 6 മണിയാകുമ്പോഴേക്കും ബാക്കി എല്ലാ പരിപാടികളും തീരും. തീറ്റ എന്ന് പറയുന്നത് ബിയറിൻ്റെ വേസ്റ്റ്, ചോളത്തിൻ്റെ ചണ്ടി, ചോളത്തിൻ്റെ മാവ്, കപ്പേൻ്റെ വേസ്റ്റ്, പിന്നെ കമ്പനി കാലിത്തീറ്റ, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ഈ മിനറൽസ്, കാൽഷ്യം അതൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ തീറ്റ. ഇതുണ്ട്. പശുക്കളെ കൊണ്ടുവന്ന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മുതൽ പിണ്ണാക്ക്, തവിട്, ഗോതമ്പ്, മറ്റേത് ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ പാലിൻ്റെ വിലയും നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന മറ്റേ ഈ തീറ്റേൻ്റെ വിലയും കൂടി നോക്കുമ്പോൾ ഒരു ലാഭവും ഇല്ലാത്തൊരു പരിപാടി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് ഞങ്ങൾ ഈ ബിയർ വേസ്റ്റ് ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ പശുക്കൾക്ക് ഹാനികരമല്ലാത്ത രീതിയിൽ നടത്തി പോകുന്നുണ്ട് എന്നുള്ളത് ഓരോ സ്ഥലത്തുനിന്ന് മനസ്സിലാക്കി അങ്ങനെ കുറേശ്ശെ പശുക്കളെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നു. പാല് നമ്മളെ വിപണനം എന്ന് പറയുന്നത് ഇപ്പോൾ സൊസൈറ്റീനെ ആശ്രയിച്ചിട്ടുള്ള വിപണനമുള്ളത്. മിൽമയിലേക്ക് സപ്ലൈ ചെയ്യുന്നതാണ്. സൊസൈറ്റി മുഖാന്തരം മിൽമയിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ബാക്കി നമ്മളിപ്പോൾ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. കുറേശ്ശെ ചെയ്യാനുള്ളൊരു താല്പര്യം അങ്ങനെയുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 26 രൂപയാണ് ഫാം ഇൻസെൻറ്റീവ് അടക്കം കിട്ടുന്നത്. അതാണ് ഇപ്പോഴത്തെ വില. ഉൽപ്പന്നങ്ങൾ വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നെയ്യ് ഉണ്ടാക്കുന്നുണ്ട്, തൈര് ഉണ്ടാക്കുന്നുണ്ട്, വെണ്ണ ഉണ്ടാക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ചിട്ട് കല്യാണ ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിൽ തൈരൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പാലിന് കല്യാണ ഓർഡർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നുണ്ട്. നെയ്യുണ്ട് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ബൾക്ക് രീതിയിൽ ഉണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനം പ്രാരംഭ ഘട്ടത്തിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുരളി, ഇപ്പോൾ താങ്കളുടെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു ഫാം, താങ്കളുടെ ഈ വിജയ മാതൃക പിന്തുടർന്ന് ഈ രംഗത്തേക്ക് വരാൻ താല്പര്യമുള്ളൊരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു യുവ സംരംഭകർ വന്നാൽ അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം എന്താണ്? ആദ്യം അവന് ഒരു മനസ്സുണ്ടായിരിക്കണം. ഇതിനെ സ്നേഹിക്കാനും ഇതിനെ ശുശ്രൂഷിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. പിന്നെ അതുകൂടാതെ കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. പിന്നെ ഇതിനോട് നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു മനസ്സും അതിനുണ്ടായിരിക്കണം. കൂടാണ്ട് ആദ്യം തന്നെ ലാഭം മാത്രം പ്രതീക്ഷിച്ചിട്ട് ഒരു ഫാമും വിജയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യം മാത്രം ലാഭം മാത്രം പ്രതീക്ഷിച്ചിട്ട് ഒരു ഫാമും വിജയിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളതിൻ്റെ ഒരുപാട് പാഠങ്ങളൊക്കെ പഠിച്ച പിന്നെ അതൊക്കെ ഏകദേശം ഒന്ന് നമ്മളെ കൈവരുതിയിൽ വരുമ്പോൾ മാത്രമേ ഇതിലേക്ക് ലാഭങ്ങൾ വരാൻ തുടങ്ങുള്ളൂ. അതിനെക്കൊണ്ട് നല്ല കഠിനാധ്വാനത്തിനുള്ള മനസ്സും ഈ പശുക്കളെ സ്നേഹിക്കാനുള്ള നല്ലൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമേ ഈ പുതിയതായി വരുന്ന തലമുറ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. മുരളി, ഇപ്പോൾ ഏതാണ്ട് 1/4 നൂറ്റാണ്ടാവുന്നു ഈ പൂവാലികളും പൈക്കിടാങ്ങളും ഒക്കെ ആയിട്ട് താങ്കളുടെ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ട്. ഈ 1/4 നൂറ്റാണ്ട് കാലത്തെ ഒരു അനുഭവത്തിൽ താങ്കൾ പഠിച്ചൊരു പാഠം എന്താണ്? പാഠം എന്ന് പറയുന്നത് നമ്മളിത് ചെറുപ്പകാലം മുതൽ തന്നെ നമ്മൾ ഒരുപാട് ഈ സംഭവങ്ങൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഗ്രഹിക്കാനുള്ളൊരു ശക്തി നമുക്കിതിൽ ഉണ്ടായിട്ടുണ്ട്. അനുഭവങ്ങളാണ് കൂടുതലും പാഠങ്ങളായിട്ട് തന്നെ വരുന്നത്. അതിനെക്കൊണ്ട് ഇത് കൂടുതൽ ആദ്യം മുതൽ തന്നെ ഇത് ഇച്ഛാശക്തിയോടുകൂടി ഇത് പെരുമാറാൻ തുടങ്ങിയത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് ആവൽഘട്ടം വന്നാലും അത് തരണം ചെയ്യാനുള്ളൊരു ശക്തി നമുക്ക് കൈവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇതിനിടെ വയസ്സ് 35 കഴിയുന്നു. വിവാഹം കഴിക്കാൻ മറന്നുപോയതോ അതേ പ്രവൃത്തിഭാരം കൊണ്ട് വേണ്ടെന്ന് വെച്ചോ? ഇല്ല, വിവാഹം കഴിക്കാൻ ഒരുപാട് കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫീൽഡ് കൃഷിയോട് ഫാമും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഈ ബ്രാഹ്മിൻസിൻ്റെ കുടുംബമായതുകൊണ്ട് എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അതിനെക്കൊണ്ട് ഇതിനെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ കഴിക്കാൻ നമുക്ക് താല്പര്യമാണ്. അത് ഇതുവരെയായിട്ട് ഒത്തു കിട്ടിയിട്ടില്ല. അല്ലാണ്ട് മറന്നതല്ല. അത് കത്തിയെരിയുന്ന ഈ ഗ്രീഷ്മത്തിനപ്പുറം ഒരു പൂക്കാലം ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം. ഉണ്ടാവണം. ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് താങ്കളുടെ ഒരു സ്വപ്നം എന്താണ്? സ്വപ്നം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തലമുറ ഒന്നും കാണാൻ പറ്റാത്തൊരു എല്ലാം മണ്ണുകളൊക്കെ മറന്നു പോകുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നല്ലൊരു ഫാം ടൂറിസം മുഖാന്തരം ഈ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുക, ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കാനുള്ളൊരു ചെറിയൊരു പ്രയത്നം ഞങ്ങൾ നടത്തുന്നുണ്ട്. കൂടാണ്ട് ഫാം ഒന്നുകൂടി വിപുലീകരിച്ച് ഒരു 150 എണ്ണത്തിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ചെയ്യാനുള്ളൊരു ഉദ്ദേശമുണ്ട്. അത് രണ്ടുമാണ് ഇപ്പോഴത്തെ ഞങ്ങളൊരു മെയിനായിട്ടുള്ളൊരു അംബീഷൻ. തീർച്ചയായും ഫാമിലൂടെ ഒരു വിനോദസഞ്ചാരത്തിൻ്റെ സ്വർഗം തീർക്കാൻ താങ്കൾ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു. നമസ്കാരം.
വേറെന്തെങ്കിലും? മതി. ഇതെന്താ ചേട്ടാ, ഇത്ര കുറച്ച് രാസവളം മതിയോ? കൃഷിപ്പണി വിടുവാണോ? കൃഷിപ്പണിയല്ല, വിവരക്കേട് വിടുകയാണ്. മണ്ണ് പരിശോധിപ്പിച്ചു. ഇനി മുതലാളി എത്ര വളം വേണോ അത്രയും മാത്രമേ വയലിലിടൂ. കർഷക സഹോദരരെ, ഇന്ന് തന്നെ ജില്ലയിൽ അടുത്തുള്ള ഭൂമി പരീക്ഷണ ലബോറട്ടറിയിൽ തീർച്ചയായും മണ്ണ് പരിശോധിപ്പിക്കുക. മണ്ണിൽ പോഷക തത്വങ്ങളും ഈർപ്പവും ചെടിയുടെ വളർച്ചയും കണക്കിലെടുത്ത് ആവശ്യത്തിന് മാത്രം പോഷക തത്വം ചേർക്കുക. പിന്നെ മണ്ണിൽ സൾഫർ, സിങ്ക്, ബോറോൺ പോലുള്ള സൂക്ഷ്മ പോഷകങ്ങൾ ഉണ്ടോ എന്ന് നോക്കാനും മറക്കരുത്. രാസവളത്തിന്റെയും ജൈവവളത്തിന്റെയും ശരിയായ ഉപയോഗം വഴി ഭൂമിയുടെ വളക്കൂറ് നിലനിർത്തൂ, ഉൽപാദനം വർദ്ധിപ്പിക്കൂ, ചെലവ് കുറയ്ക്കൂ, വിലപ്പെട്ട വിദേശ നാണ്യം ലാഭിക്കാനും സഹായിക്കൂ. മന്ദഗതിയിൽ നൈട്രജൻ പുറത്തുവിടുന്ന രാസവളങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്ക് കലർന്ന യൂറിയ പോലുള്ളവയ്ക്ക് മുൻഗണന നൽകൂ. പിന്നെ ഇലകളിൽ യൂറിയ തളിക്കുക. അല്ല, ചേട്ടൻ ശരിക്കും ബുദ്ധിശാലിയായല്ലോ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ജില്ലാ കൃഷി ഓഫീസർ അല്ലെങ്കിൽ കിസാൻ കോൾ സെന്റർ. ഒന്ന് ക്ഷമിക്കും മോളെ, ഇതുവരെയും പരിപ്പ് വെന്തിട്ടില്ല. വിഷമിക്കാതിരിക്കും പൊന്നൂന്റെ അമ്മേ, ഇത്തവണ നമ്മുടെ പരിപ്പ് ശരിക്കും വെന്തോളും. എന്ന് വെച്ചാലോ? ഇത്തവണ NFSM കീഴിൽ പരിപ്പിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ രീതികൾ കാണിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് 1000 മേഖലകൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രദേശവും ഉൾപ്പെടുന്നു. ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? നമുക്ക് നമ്മുടെ 5 ഏക്കർ പാടത്തിന് വളവും കീടനാശിനിയും കൂടാതെ മേൽത്തരം വിത്തിന്റെ മിനി കിറ്റും ലഭിക്കുമെന്നേ. പക്ഷേ ഇത്രയും പരിപ്പ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ? എന്റെ ഭാര്യയെ, ഇപ്പോ സർക്കാർ പയർവർഗ്ഗങ്ങളുടെ താങ്ങുവിലയും നന്നായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇത് വാങ്ങുവാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തിരിക്കുന്നു. ഇതുമൂലം നമ്മുടെ വരുമാനം വർദ്ധിക്കില്ലേ? പിന്നെ നമ്മുടെ മോള് നല്ല സ്കൂളിൽ പോയി ഒരു വലിയ കൃഷിശാസ്ത്രജ്ഞയാകില്ലേ? ശിവപുരി ഗ്രാമത്തിലെ സന്യാസിതൻ ദിവ്യത്വം അപാരം. നാട്ടിലെ സംസാരം ഏവരുടെയും തലവിധി തിരുത്തുന്നവൻ സ്വാമി. കൃഷി ചെയ്യുന്നതിന് അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചാൽ വിളകൾ കുമിഞ്ഞുകൂടും. എന്നാൽ ഒരു നാൾ സന്യാസിതൻ രഹസ്യം പരസ്യമായി. കിസാൻ കോൾ സെന്ററിൽ നിന്നാണ് അറിഞ്ഞിരുന്നത് അദ്ദേഹം ഉന്നത കൃഷിക്കുള്ള കാര്യങ്ങൾ. കൃഷിയുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങൾക്കും കിസാൻ കോൾ സെന്ററിലെ കൃഷി വിദഗ്ധന്റെ ഉപദേശം തേടും. ഉടൻ അപ്പോൾ തന്നെ സ്വന്തം ഭാഷയിൽ തന്നെ സംസാരിച്ചുകൊണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾക്കും സംശയങ്ങൾക്കും സൗജന്യ നമ്പറിൽ വിളിക്കൂ 1800 നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർഷക രജിസ്ട്രേഷൻ ജൂലൈ 31 വരെ നീട്ടി. ക്ഷീര കർഷകർക്ക് ധനസഹായം. ജൂലൈ 10 ദേശീയ മത്സ്യ കർഷക ദിനം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ മുഴുവൻ കർഷകരുടെയും വ്യക്തിഗതവും കാർഷികവുമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഡേറ്റാബേസ് തയ്യാറാക്കാൻ വേണ്ടി ആരംഭിച്ച കർഷക രജിസ്ട്രേഷൻ പദ്ധതിയിൽ അംഗങ്ങളാകാനുള്ള സമയം 2013 ജൂലൈ 31 വരെ ദീർഘിപ്പിച്ചു. സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികൾക്കുള്ള ആനുകൂല്യങ്ങൾ, ക്ഷേമ പെൻഷൻ, പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായം, വിള ഇൻഷുറൻസ് എന്നിവ ഇനി മുതൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഇ-പേയ്മെന്റ് സംവിധാനത്തിലൂടെ നേരിട്ട് ലഭിക്കും. കൊട്ടാരക്കര സദാനന്ദപുരത്തുള്ള കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ തൈകൾ വിതരണത്തിന് തയ്യാറായി. ആവശ്യമുള്ള കർഷകർ കൃഷിവിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെടണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047426635999. മലബാർ മിൽമയുടെ സംഘങ്ങളിൽ പാൽ നൽകുന്ന കർഷകർക്ക് ഫാം യന്ത്രങ്ങൾ വാങ്ങാനും മിനി ഡയറി ഫാം തുടങ്ങാനും ധനസഹായം നൽകുന്നു. കറവ യന്ത്രത്തിന് 12,000 രൂപ, ചാഫ് കട്ടറിന് 500 രൂപ, പ്രഷർ വാഷറിന് 3,000 രൂപ, റബ്ബർ മാറ്റിന് 700 രൂപ വീതം 5 മാറ്റുകൾ, ഓട്ടോമാറ്റിക് ഡ്രിങ്കിംഗ് ബൗൾ 100 രൂപ, ജനറേറ്ററിന് 10,000 രൂപ, സ്ലറി പമ്പിന് 5,000 രൂപ തോതിലാണ് ധനസഹായം. ഇപ്രകാരം ഒരു മിനി ഡയറി ഫാം ഉടമയ്ക്ക് ഒരു വർഷം 25,000 രൂപ വരെ ഈ പദ്ധതിയിൽ സഹായം ലഭിക്കും. പുതുതായി നിർമ്മിക്കുന്ന ഗോബർ ഗ്യാസ് പ്ലാന്റുകൾക്ക് സർക്കാരിൽ നിന്നുള്ള ധനസഹായത്തിനു പുറമെ ഫാം സപ്പോർട്ടിൽ നിന്ന് 500 രൂപ കൂടി ലഭിക്കും. ക്ഷീരസംഘത്തിൽ പാൽ നൽകുന്നവർക്ക് 300 രൂപ മുതൽ 1,500 രൂപ വരെ മൃഗചികിത്സാ മരുന്നുകളുടെ ബില്ലുകൾ റീഇംബേഴ്സ്മെന്റ് ചെയ്ത് നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 9446457341.
ഗുണമേന്മയുള്ള 300, 600, 800 ഗേജ് ഖനമുള്ള ഗ്രോ ബാഗുകൾ യഥാക്രമം 1, 3, 5 വർഷം കാലാവധി ഉണ്ട്. ഇത്തരത്തിലുള്ള ഗ്രോ ബാഗുകൾ ലഭിക്കുന്നതിന് താൽപ്പര്യമുള്ള കർഷകർ അഗ്രോ സർവീസ് സെന്ററുമായി ബന്ധപ്പെടണം. വിശദവിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0487231093. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 15, 16 തീയതികൾ സംഘടിപ്പിക്കുന്ന സൗജന്യ ആടുവളർത്തൽ പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 15-ാം തീയതി രാവിലെ 9 മണിക്ക് എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ അറിയിച്ചു. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് പരിശീലനം. മത്സ്യ കർഷക വികസന ഏജൻസികളുടെയും മത്സ്യ കർഷക ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിൽ ജൂലൈ 10 ദേശീയ മത്സ്യ കർഷക ദിനമായി ആചരിക്കുന്നു. മത്സ്യകൃഷി മേഖലയിൽ പുത്തൻ ഉണർവ് സൃഷ്ടിച്ച മത്സ്യപ്രേരിത പ്രജനന സാങ്കേതികവിദ്യ കണ്ടെത്തിയ 1957 ജൂലൈ 10 അനുസ്മരണത്തിന്റെ ഭാഗമായാണ് ജൂലൈ 10 ദേശീയ മത്സ്യ കർഷക ദിനമായി ആചരിക്കുന്നത്. മലയാളിയായ ഡോക്ടർ KS അലികുഞ്ഞും ഡോക്ടർ ഹരിലാൽ ചൗധരിയും ചേർന്നാണ് ഒറീസയിലെ ഘട്ടക്കിനടുത്തുള്ള ക്വില്ല ഫിഷ് ഫാമിൽ ഈ സാങ്കേതിക വിദ്യ പരീക്ഷിച്ച് വിജയിച്ചത്. മത്സ്യ കർഷകരെ ആദരിക്കലും സെമിനാറുകളും ചർച്ചാ ക്ലാസുകളും കർഷക ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും മത്സ്യസമൃദ്ധി സ്പെഷ്യൽ ഓഫീസർ അറിയിക്കുന്നു. പശുക്കളുടെ ആരോഗ്യവും പാലിന്റെ അളവും കൊഴുപ്പിന്റെ അളവും മെച്ചപ്പെടുത്തുന്നതിന് ഒരു പശുവിന് ശരാശരി 30 കിലോ പച്ചപ്പുല്ല് ആവശ്യമാണ്. മേൽത്തരം പുല്ലിനങ്ങളായ സങ്കരയിനം നേപ്പിയർ ഗിനി പുല്ല്, പാരാപ്പുല്ല്, മക്കച്ചോളം എന്നീ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പുല്ലിനങ്ങൾ കേരള കന്നുകാലി വികസന ബോർഡിന്റെ പാലക്കാട് ധോണിയിലുള്ള ഫാമിൽ വിൽപ്പനയ്ക്ക് തയ്യാറായി. താൽപ്പര്യമുള്ള കർഷകർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 049125555127. കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 18,900 രൂപ, റബ്ബർ RSS 5 18,000 രൂപ, വെളിച്ചെണ്ണ 6,750 രൂപ, കൊപ്ര 4,750 രൂപ, കുരുമുളക് 45,500 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് 245 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ കിലോയ്ക്ക് 420 രൂപ. കമ്പോള അവലോകനം. ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 40,500 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് 38,500 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 38,500 രൂപ, വയനാടൻ കുരുമുളക് 39,000 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് ക്വിൻ്റലിന് 4,725 രൂപ, തളിപ്പറമ്പ് 4,500 രൂപ, കാസർഗോഡ് 4,300 രൂപ. വെളിച്ചെണ്ണ വിപണി കണ്ണൂർ ക്വിൻ്റലിന് 7,267 രൂപ, കോട്ടയം 7,200 രൂപ, ആലപ്പുഴ 6,750 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 26.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 27.9, 23.2, കൊച്ചി 32.2, 22.2, ആലപ്പുഴ 29, 23.5, പുനലൂർ 28.6, 23.2. തിരുവനന്തപുരം കൂടിയ താപനില 29.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.5 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.